സൗദിയിൽ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിന് 2 ഡോസ് വാക്സിൻ എടുക്കൽ നിർബന്ധമാക്കി. ഒക്ടോബർ 10-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക. സൗദിയിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും പ്രവേശിക്കാൻ കോവിഡ് വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് പ്രാബല്യത്തിൽ വന്നത്. വാക്സിന്റെ 1 ഡോസ് എടുത്തവർക്കും പ്രവേശനം നൽകിയിരുന്നുവെങ്കിൽ ഇനി 2 ഡോസ് എടുത്തവർക്ക് മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ എന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒക്ടോബർ 10 ഞായറാഴ്ച രാവിലെ 6 മണി മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. കടകൾ, ഷോപ്പിംഗ് മാളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, പൊതുഗതാഗത സർവീസുകൾ, കായിക കേന്ദ്രങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, സാംസ്കാരിക വിനോദ പരിപാടികൾ, സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഓഫീസുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. തവക്കൽന ആപ്പിലെ സ്റ്റാറ്റസ് നോക്കിയാണ് പ്രവേശനം നൽകുക. വാക്സിൻ എടുക്കുന്നതിൽ ഇളവ് ലഭിച്ചവർക്ക് അത് തവക്കൽന ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവേശനം നൽകും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കോവിഡിനെ ഫലപ്രദമായി നേരിടാൻ 2 ഡോസ് വാക്സിൻ എടുക്കണമെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. 4,21,25,300 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 1,87,34,500 പേരാണ് വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചത്. അതായത് ജനസംഖ്യയുടെ ഏതാണ്ട് 54% വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ ഇന്ന് 45 കോവിഡ് കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തു. 2234 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ദമാം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഒരു കോവിഡ് കേസ് പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്തില്ല. സൗദിയിൽ 24 മണിക്കൂറിനിടെ 54,119 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 45 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 0.08% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 48 രോഗമുക്തിയും 3 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 5,47,179 കോവിഡ് കേസുകളും 5,36,226 രോഗമുക്തിയും 8,719 മരണവുമാണ്. 98% രോഗമുക്തി നിരക്ക്. 2,234 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 210 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 10-ൽ കൂടുതൽ കോവിഡ് കേസുകൾ ഒരു നഗരത്തിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിയാദിൽ 8-ഉം ജിദ്ദയിൽ 7-ഉം മക്കയിൽ 2-ഉം മദീനയിൽ 1-ഉം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ദമാം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഇന്ന് ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിദ്ദയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 200 കടന്നു. ജിദ്ദയിൽ 201-ഉം മദീനയിൽ 112-ഉം റിയാദിൽ 88-ഉം മക്കയിൽ 79-ഉം ദമാമിൽ 17 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 24 ജിദ്ദ. കുവൈറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം ഇന്ന് 639 കുറഞ്ഞിട്ടുണ്ട്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35 പേർക്കാണ് വൈറസ് ബാധ ഇന്ന് സ്ഥിരീകരിച്ചത്. 56 പേർ രോഗമുക്തരാവുകയും ചെയ്തു. 11 പേർ മാത്രമാണ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. അതേസമയം 18,896 പേർക്ക് ഇന്ന് സ്രവപരിശോധന നടത്തിയതായും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 0.19% അധികൃതർ അറിയിച്ചു. വിസ്മയങ്ങളുടെ കലവറ തുറന്ന് ദുബായ് എക്സ്പോ 2020. ഇന്ത്യയുടെ പവലിയന്റെ ഉദ്ഘാടനം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. ലോകത്തിന് മുന്നിൽ അത്ഭുതമാവുകയാണ് എക്സ്പോ വേദിയിൽ ഇന്ത്യ പവലിയന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മുന്നേറുന്ന ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പവലിയൻ ഒരുക്കിയത്. 4 നിലകളിലായി ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് പവലിയന്റെ ബാഹ്യ രൂപകൽപ്പന. വരും ദിവസങ്ങളിൽ നിരവധി പരിപാടികളാണ് പവലിയനുകളിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. അതേസമയം വലിയ പ്രതീക്ഷയോടെയാണ് എക്സ്പോയെ നോക്കിക്കാണുന്നത് എന്ന് മലയാളി വ്യവസായി MA യൂസഫ് അലി 24-നോട് പറഞ്ഞു. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എക്കണമിക്ക് വേണ്ടിയുള്ള ഒരു വാക്സിൻ തന്നെയാണിത്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇവിടെ വരുന്നു. വളരെ ഹെൽത്ത് കോഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ സംരംഭം വളരെ വലിയ രീതിയിൽ വിജയിക്കും എന്നതിൽ ആർക്കും സന്ദേഹമില്ല. ഇന്ന് ഇന്ത്യൻ പവലിയൻ ബഹുമാനപ്പെട്ട മന്ത്രി പീയൂഷ് ഗോയൽ ജി ഉദ്ഘാടനം ചെയ്തു. അതിലും വളരെ പ്രതീക്ഷയാണ്. പ്രവാസി മലയാളികളും വലിയ ആവേശത്തോടെയാണ് എക്സ്പോയെ വരവേൽക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ പവലിയൻ ഉദ്ഘാടനത്തിന് ഞങ്ങൾ കണ്ടു. നല്ല ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു അത്. അടിപൊളിയായിട്ട് ഞങ്ങളത് കണ്ടു. ഇനി ഞങ്ങൾ എന്നും വരുന്നതായിരിക്കും. കാരണം അത്രയും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പവലിയനാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. വരും ദിവസങ്ങൾ UAEക്ക് ആഘോഷത്തിന്റെയും ഉത്സവങ്ങളുടേതുമാണ്. ദുബായ് എക്സ്പോ നഗരിയിലെ ഇന്ത്യ പവലിയന് മുന്നിൽ നിന്നും ക്യാമറമാൻ യൂസഫ് അലി മെൽഫോക്സിനൊപ്പം അരുൺ പാറാട്ട്, 24 ദുബായ്.
റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കും തിരിതെളിഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിൻസ് ബന്ദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്ന് 2 പ്രസാധകരും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രൗഢമായ സാംസ്കാരിക പരിപാടികളോടെ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് റിയാദിൽ തുടക്കം. ഇറാഖാണ് ഈ വർഷത്തെ അതിഥി രാഷ്ട്രം. ഇറാഖ് സാംസ്കാരിക വിനോദസഞ്ചാര പുരാവസ്തു വകുപ്പ് മന്ത്രി ഹസൻ നസീം, ഈജിപ്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇനസ് അബ്ദുൽ ദായം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എഴുത്തുകാർ, പ്രസാധകർ, സാംസ്കാരിക നായകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. 28 രാഷ്ട്രങ്ങളിൽ നിന്നായി 1000-ലധികം പ്രസാധകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് IPH, DC ബുക്സ് എന്നീ പ്രസാധകരുടെ സാന്നിധ്യം പ്രവാസി മലയാളികളെയും മേളയിലേക്ക് ആകർഷിക്കും. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിൽ റിയാദ് ഫ്രണ്ടിലാണ് മേളയ്ക്ക് വേദിയൊരുക്കിയിട്ടുള്ളത്. ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, കവിയരങ്ങ്, നാടകം, ചലച്ചിത്ര പ്രദർശനം, ശില്പശാല, ഭക്ഷ്യമേള എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. കുട്ടികൾക്ക് പ്രത്യേക പൗലിയനും ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 10 മേള സമാപിക്കും. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈറ്റ് ആർട്സ് അസോസിയേഷനുമായി സഹകരിച്ച് ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ആർട്ട് എക്സിബിഷനും ഇന്ത്യ കുവൈറ്റ് കൾച്ചറൽ ഫെസ്റ്റിവലും സമാപിച്ചു. 11 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിനാണ് തിരശ്ശീല വീണത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി കുവൈറ്റ് ആർട്സ് അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച 11 ദിവസം നീണ്ടുനിന്ന ആർട്സ് എക്സിബിഷനും ഇന്ത്യ കുവൈറ്റ് കൾച്ചറൽ ഫെസ്റ്റിവലും സമാപിച്ചു. കുവൈറ്റ് ആർട്ട് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതിയുടെ പത്നിയും ചിത്രകാരിയുമായ ജോയ്സി സിബിയുടെ ചിത്രങ്ങളാണ് ആർട്ട് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. യാത്രകളും മനുഷ്യജീവിതവും പ്രമേയമാക്കിയ വ്യത്യസ്തമായ 37 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ദിവസേന വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ക്രമീകരിച്ചിരുന്ന പരിപാടിയിൽ കഥകളി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ക്ലാസിക്കൽ കലകളാണ് അരങ്ങേറിയത്. ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ കലകൾ പ്രദർശിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കും ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് നന്ദി രേഖപ്പെടുത്തി. സ്വദേശികളും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ കലാമാമാങ്കത്തിന് സാക്ഷികളായി. 24, കുവൈറ്റ്. 61ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നൈജീരിയ. ജനങ്ങൾക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും നാളുകളാകട്ടെ വരും കാലമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി ആശംസിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമായതിന്റെ 61ാമത് വാർഷികം നൈജീരിയ സമുചിതമായി ആഘോഷിച്ചു. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ലളിതമായ ചടങ്ങുകളായി ചുരുക്കുകയായിരുന്നു. രാജ്യ തലസ്ഥാനമായ അബുജയിൽ ഈഗിൾ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നൈജീരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധിയേറിയ നാളുകളായിരുന്നു കഴിഞ്ഞ 18 മാസക്കാലമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഭക്ഷ്യസാധനങ്ങളുടെ വിലവർധന നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നൈജീരിയൻ ജനതയെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് അഭിനന്ദിച്ചു. ഇന്ത്യയും നൈജീരിയയും തമ്മിൽ ഊഷ്മളവും സൗഹൃദപരവുമായ ബന്ധമാണുള്ളതെന്നും അത് വിപുലീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവൺമെന്റിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറി. രാജ്യ തലസ്ഥാനമായ അബുജയിൽ പ്രതിഷേധക്കാർ തെരുവിലേക്കിറങ്ങുകയും ഗതാഗത പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ബ്ലസൻ ചെറുവക്കൽ, 24, നൈജീരിയ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് OICC കുവൈറ്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ലധികം ആളുകൾ പങ്കെടുത്തു. അദാൻ ബ്ലഡ് ബാങ്കിൽ നടന്ന പരിപാടി OICC കുവൈറ്റ് പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. സൂരജ് കണ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജയേഷ് ഓണശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ, BDK ഭാരവാഹികൾ, OICC ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള 2ാം ഘട്ട കേന്ദ്ര വിഹിതം അനുവദിച്ചു. 7274.4 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുക. അതിനിടെ ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തി. 24 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം കോവിഡ് മരണങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനുള്ള 2ാം ഘട്ട വിഹിതം അനുവദിച്ചത്. 5 സംസ്ഥാനങ്ങൾക്ക് തുക നേരത്തെ അനുവദിച്ചിരുന്നു. 7274.4 കോടിയാണ് 2ാം ഘട്ടത്തിൽ അനുവദിച്ചത്. 1550.2 കോടിയാണ് ആദ്യ ഗഡുവിൽ വിതരണം ചെയ്തത്. സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ തുക ലഭ്യമാകും. ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക്
10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി. തിങ്കളാഴ്ച മുതൽ നിർബന്ധിത ക്വാറന്റൈൻ നിലവിൽ വരും. ഇന്ത്യൻ പൗരന്മാരുടെ ക്വാറന്റൈൻ ബ്രിട്ടൻ പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ മുൻ ദിവസത്തേക്കാൾ 13% വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 26,727 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 277 പേർ മരിച്ചു. 24 ഡൽഹി. കേരളത്തിൽ ഇന്ന് 13,834 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13.12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,05,368 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ 1000-ലധികം പുതിയ രോഗികളുണ്ട്. 95 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 13,767 പേർ ഇന്ന് രോഗമുക്തി നേടി. WIPR 10 മുകളിലുള്ള 745 തദ്ദേശ വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. എയർ ഇന്ത്യയെ വീണ്ടും ടാറ്റ സ്വന്തമാക്കും. ഇതിനായി നടന്ന ടെൻഡറിൽ ടാറ്റ വിജയിച്ചു. ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായി രൂപീകരിച്ച സമിതിയാണ് വിൽപ്പന നടപടികൾ പൂർത്തീകരിക്കുക. എയർ ഇന്ത്യ വീണ്ടും ടാറ്റയുടെ ഉടമസ്ഥതയിലേക്ക് പറക്കും. വിൽപ്പന നടപടികളുടെ ഭാഗമായി നടന്ന ടെൻഡറിൽ ടാറ്റ ഒന്നാമതെത്തി. ടാറ്റ ഗ്രൂപ്പും സ്പൈസ് ജെറ്റുമാണ് എയർ ഇന്ത്യ വാങ്ങുന്നതിന് രംഗത്തുണ്ടായിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു എയർ ഇന്ത്യയെ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 100% ഓഹരികളും വിൽക്കാനായിരുന്നു ടെൻഡർ. അമിത്ഷാ അധ്യക്ഷനായ സമിതി വിൽപ്പന നടപടികൾ ഡിസംബർ 31 മുമ്പ് പൂർത്തിയാക്കും. പ്രതിദിനം ശരാശരി 26 കോടി രൂപ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ. എയർ ഇന്ത്യയിലെ 209 ജീവനക്കാരുടെ സംഘവും താൽപര്യപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയി. എയർ ഇന്ത്യ വാങ്ങാനായി അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്ററാപ്സ് കമ്പനിയും രംഗത്തിറങ്ങിയെങ്കിലും പിന്നീട് പിന്മാറി. 2007 മുതൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ ആകെ കടം 60,000 കോടി രൂപയാണ്. ടെൻഡറിൽ വിജയിച്ചതോടെ 68 വർഷത്തിന് ശേഷം ടാറ്റയുടെ കൈകളിലേക്ക് എയർ ഇന്ത്യ വീണ്ടും തിരികെ എത്തും. 1932 ടാറ്റ സൺസ് ആരംഭിച്ച ടാറ്റ എയർലൈൻസ് 1946 എയർ ഇന്ത്യയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1953 ടാറ്റയിൽ നിന്ന് കമ്പനി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. 1977 വരെ JRD ടാറ്റയായിരുന്നു എയർ ഇന്ത്യയുടെ ചെയർമാൻ. 2001 എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ടാറ്റ ഗ്രൂപ്പ് ശ്രമിച്ചെങ്കിലും തൽക്കാലം വിൽപ്പന വേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനം. രാധാകൃഷ്ണൻ, 24 ഡൽഹി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് സംസ്ഥാനത്ത് വീണ്ടും പ്രണയപ്പകയിൽ കൊലപാതകം. പാലാ സെയിന്റ് തോമസ് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പരീക്ഷ എഴുതാനെത്തിയ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിനി നിതിനമോളാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അടുത്തിടെയുണ്ടായ അകൽച്ചയാണ് തർക്കത്തിന് കാരണമായതെന്നും പ്രതി അഭിഷേക് ബൈജു മൊഴി നൽകി. പ്രണയം നിരസിച്ചതിനെ തുടർന്നുള്ള പകയിൽ പൊലിഞ്ഞ ജീവനുകളുടെ പട്ടികയിൽ ഒരു പേര് കൂടി. പാല സെന്റ് തോമസ് കോളേജിലെ അവസാന വർഷ ബിവോക് വിദ്യാർത്ഥി 22-കാരി നിധിനാമോൾ. പരീക്ഷ എഴുതി മടങ്ങും വഴിയായിരുന്നു പേപ്പർ കട്ടർ ഉപയോഗിച്ച സഹപാഠി അഭിഷേക് ബൈജു നിധിനയുടെ ജീവനെടുത്തത്. കോളേജ് ക്യാമ്പസിൽ ഇരുവരും സംസാരിച്ചു നിൽക്കവേ അപ്രതീക്ഷിതമായി അഭിഷേക് ആക്രമിക്കുകയായിരുന്നു. കൊലപാതക ശേഷവും ഭാവവ്യത്യാസമില്ലാതെ അഭിഷേക് സംഭവസ്ഥലത്ത് തുടർന്നു. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ട്, ഇവിടെ ഇത്തരം കുട്ടികളുള്ളതാണല്ലോ. അത് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ അറിയിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വിവരവും നമ്മളെ അറിയിച്ചിട്ടില്ല. അവനിവിടെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് കൂട്ടത്തിൽ വന്നവരോട് നോക്കിക്കോളാൻ പറയും. പക്ഷെ അവന് ഓടാനൊന്നും ശ്രമിച്ചൊന്നുമില്ല. അവിടെ തന്നെ ഇരിക്കുക, വളരെ കൂളായിട്ടിരിക്കുകയാണ്. അവനും കയ്യിൽ എന്തോ മുറിച്ചു വെച്ചിട്ടുണ്ട് അവൻ. നേരത്തെ ഇരുവരും പ്രണയത്തിലായിരുന്നു. പ്രണയം നിരസിച്ചതോടെയായിരുന്നു കൊലപാതകം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നിധിനയുടെ മൃതദേഹം പാലാ മരിയൻ മെഡിക്കൽ സെന്റർ മോർച്ചറിയിലാണ്. നാളെ രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. തലയോലപ്പറമ്പിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം തുറവേലിക്കുന്നിലെ ബന്ധുവീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അഭിഷേകിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടി വരികയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസിക നില തകർന്നു പോകാത്ത തരത്തിൽ ബോധവൽക്കരണമാണ് നമ്മുടെ യുവതിക്ക് വേണ്ടത്. ക്യാമറമാൻ ജുമേഷ് കക്കാടനൊപ്പം CG ദിൽജിത്ത്, 24 കോട്ടയം. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ നിതിനമോളെ പ്രതി അഭിഷേക് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പാലാ സെയിന്റ് തോമസ് കോളേജിൽ നടന്ന സംഭവത്തിന് ദൃക്സാക്ഷിയായ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ 2 വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ KT ജോസ് പരിസരത്തേക്ക് എത്തുന്നത്. സംഭവം നടന്ന ഞാൻ ആ ഗേറ്റിംഗിൽ ഡ്യൂട്ടിയിലായിരുന്നു. അന്നേരം ഇവരിവിടെ വഴക്കുണ്ടാക്കുന്നതാണ് ഈ മാവിൻ്റെ ഡ്യൂട്ടി വെച്ച്. അപ്പോൾ അത് പറഞ്ഞു വിടാന്ന് കരുതി ഞാൻ വന്നപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡിൽ വന്നത്. ഞാൻ ഇച്ചിരി സാധാരണഗതിയിലാണ് വന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ 1-2 തള്ളും ഒക്കെ കൊടുത്തു വെച്ച് ഇവൻ കഴുത്തിന് പിടിച്ച് താഴെ കിടത്തി കുത്തി. അന്നേരം സംഗതി പഠിച്ചത് ഞാൻ അങ്ങോട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടി.
2 പിള്ളേർ ഓടി വന്ന് ചോദിച്ചാൽ ചേട്ടാ ആ കൊച്ചിനെ അവൻ കഴുത്ത് വെട്ടിയെന്ന് പറഞ്ഞു. വാഹനത്തിൽ കയറ്റുമ്പോൾ നിതിനയ്ക്ക് ജീവനുണ്ടായിരുന്നതായി ശബ്ദം കേട്ട് ഓടിയെത്തിയ ബിജു മാത്യു. ഭയങ്കരമായ ഒരു കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടി വരികയായിരുന്നു. ഓടി വരുമ്പോഴത്തേക്ക് ഈ ഗേറ്റിൻ്റെങ്കിൽ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് ഓടി ഇങ്ങോട്ട് വരുന്നത് കാണാം. ഒപ്പം ഞങ്ങളും അപ്പോൾ ഓടി ഇവിടെ വരുന്നു. ഓടി ഇവിടെ വരുമ്പം ഇവിടെ കോളേജിൽ നിന്ന് മറ്റുള്ളവരും കുറേ കുട്ടികളും എല്ലാം ഓടി വന്നു. ഈ നിലത്ത് വീണ് കിടക്കുന്ന ഈ കുട്ടിയെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളും ഇവിടുന്ന് വന്ന വാഹനത്തിൽ കയറ്റി മരിയൻ സെൻ്ററിലോട്ട് കയറ്റി വിട്ടു. അപ്പം ആക്രമിച്ച യുവാവ് തൊട്ടടുത്ത സിമൻറ്റ് സ്ലാബിൽ അവൻ അവിടെ വിശ്രമിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം അഭിഷേക് യാതൊരു കൂസലമില്ലാതെ സമീപത്തെ ബെഞ്ചിൽ പോയി ഇരിക്കുകയും കൈയിലെ രക്തം തുടച്ചു കളയുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ വാഹനത്തിൽ കയറുകയും ചെയ്തു. ഇവനെ ഞാൻ നോക്കി നിന്നു പോകുന്നുണ്ടോന്ന്. ഒരു കൂസലുമില്ലാതെ ആ കയ്യാലെ കയറിയിട്ടുണ്ടായിരുന്നു. കയ്യാലെ ചോരയൊക്കെ തൂത്ത്. എന്തെങ്കിലും സംസാരിച്ചോ? ഒന്നും വേണ്ടിയില്ല. അച്ഛൻ വന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലെന്നാണ്. ന്യൂസ് ഡെസ്ക് 24. നിതിനയുടെ വേർപാടിൽ ഞെട്ടലിലാണ് തലയൊല്ലപ്പറമ്പ്. വീട്ടിലെത്തിയവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് ദുരിത ജീവിതം മറികടക്കാൻ പൊരുതിയ അമ്മയുടെയും മകളുടെയും കഥയാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് സഹപാഠിയുടെ പ്രണയപ്പകയിൽ ഇല്ലാതായത്. സുമനസ്സുകളുടെ കരുണയിലൊരുങ്ങിയ കിടപ്പാടം. അമ്മയും മകളും ഭാവി പ്രതീക്ഷകൾ പങ്കുവച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ ഇവിടെ ഇനി രോഗിയായ അമ്മ മാത്രം. നല്ല ജോലി സ്വപ്നം കണ്ട് ചേർന്ന കോഴ്സ് പൂർത്തിയാകും മുൻപ് അവളുടെ ജീവനെടുത്തതാകട്ടെ സഹപാഠിയും. അമ്മയ്ക്കു മാത്രമല്ല നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു നിതിന. നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇലക്ഷൻ സമയത്തൊക്കെ ആക്റ്റീവായിരുന്നു. പുതിയ വോട്ടറാണ്, പുതിയതായിട്ട് ഇവിടെ വോട്ട് ചേർക്കുകയൊക്കെ ചെയ്തതാണ്. ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ചാണ്. നല്ല അഭിപ്രായം. നല്ല മോളാണ്, പഠിക്കാൻ മിടിക്കുകയാണ്. അവിടെ കാര്യങ്ങളെല്ലാത്തിനും മിടിക്കുകയാണ് അവൾ. വേറെ ആർക്കും ഒരു ശൈര്യവും ഇല്ല. പഠനത്തിനൊപ്പം രാഷ്ട്രീയത്തിലും അവൾ ചുവടുറപ്പിച്ചിരുന്നു. ഡിവൈഎഫ്ഐ ഉദയനാപുരം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു. ഒഴിവുവേളയിൽ അമ്മയ്ക്ക് താങ്ങാകാൻ പലയിടത്തും ചെറുജോലികൾ ചെയ്തിരുന്നു. രോഗിയായ അമ്മയിനെ ഒറ്റയ്ക്ക്. നിതിനയില്ലാത്ത വീട്ടിൽ അവളുടെ ഓർമ്മകൾക്കൊപ്പം. അബ്ദുൾ റഹീം, 24, കൊച്ചി. പ്രണയത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്ന പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ലൈംഗികാതിക്രമം തടയാനുള്ള നിയമങ്ങളെക്കുറിച്ച് ക്ലാസുകൾ സംഘടിപ്പിക്കും. ഈ മാസം തന്നെ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെതിരെ നിയമോപദേശം തേടി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നാണ് ഉപദേശം തേടിയത്. അതേസമയം വിവാദത്തിൽ കെ സുധാകരനെ തൽക്കാലം ഉന്നം വെക്കേണ്ടതില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. മോൻസൺ മാവുങ്കൽ വ്യാജ ചികിത്സ നൽകിയതിൽ കേസ് നൽകണമോ എന്ന കാര്യമാണ് കെ സുധാകരന്റെ ആലോചനയിൽ. ഇക്കാര്യത്തിൽ കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിവാദം UDFനെ പ്രതിരോധത്തിലാക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് നീക്കം. അതേസമയം കെ സുധാകരനെ ഒറ്റതിരിച്ച് ആക്രമിക്കേണ്ടതില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക. KPCC അധ്യക്ഷന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വ്യക്തതയില്ലായ്മ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേസന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. പോലീസിനുണ്ടായ വീഴ്ചയടക്കം പരിശോധിച്ചു വരികയാണ്. കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. കോഴിക്കോട് കക്കാടംപൊയിലെ PV അൻവർ MLAയുടെ റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് നടപടികൾ തുടങ്ങി. തടയണകൾ പൊളിച്ചു നീക്കാൻ റിസോർട്ട് അധികൃതർക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതർ തടയണകൾ സന്ദർശിച്ച് പൊളിച്ചു നീക്കുന്നതിനുള്ള കാര്യങ്ങൾ വിലയിരുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് PVR റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് 1 മാസത്തെ സമയമാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ അനുവദിച്ചത്. സമയപരിധി ഇന്നലെ അവസാനിച്ചിട്ടും ഉടമകൾ തടയണ പൊളിച്ചില്ല. ഉടമകൾ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം ഏറ്റെടുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. പൊളിക്കാനുള്ള ചെലവ് ഉടമകളിൽ നിന്ന് ഈടാക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. തടയണ പൊളിച്ചു നീക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് പഞ്ചായത്ത് സെക്രട്ടറി OA അൻസു പറഞ്ഞു. അടുത്ത നടപടി കളക്ടറുടെ ഉത്തരവ് പ്രകാരം തടയണ പൊളിച്ചു നീക്കണമെന്നാണ്. 4 തടയണ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു തടയണ ഇപ്പോൾ വഴിയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് പൊളിച്ചിട്ട് അവർ അതിൻ്റെ കൾവേട്ടാക്കി എടുത്ത് വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഇനി ബാക്കി 3 എണ്ണമാണ് ഉള്ളത്. വെള്ളം ഇല്ലെങ്കിൽ കൂടി തടയണ പൊളിക്കണം എന്നുള്ളൊരു ഉത്തരവുള്ള കാരണം അത് പൊളിക്കേണ്ടതായിട്ട് തന്നെ വരും.
തടയണകൾ പൊളിക്കാൻ നടപടിക്രമം പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസമേ ഉണ്ടാകൂവെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി പ്രാഥമിക ചർച്ച നടത്തണം. തുടർന്ന് പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിച്ച് കരാർ നൽകും. മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷം പഞ്ചായത്ത് തുടർ നടപടികൾ തീരുമാനിക്കും. സ്വാഭാവിക നീരൊഴുക്ക് തടയുന്നുവെന്ന കണ്ടെത്തലിലാണ് പാർക്കിലെ 4 തടയണകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. തടയണയിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞിട്ടുണ്ടെന്നായിരുന്നു PVR റിസോർട്ട് ഉടമകൾ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചത്. 24 കോഴിക്കോട്.